അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, നേതാക്കളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നേരത്തെ പറയുകയുണ്ടായി, മേയർ ആര്യ രാജേന്ദ്രൻ പറയുകയുണ്ടായി 3 വിഷയങ്ങൾ പ്രധാനമായും. അതിപ്പോൾ റെയിൽവേ അവഗണന, കേരളത്തിനോടുള്ള അവഗണന, യാത്രാ ദുരിതം അവസാനിപ്പിക്കണം, സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ നടപടികൾ, അതിനെതിരെ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചത്. വലിയൊരു പങ്കാളിത്തം അത് പ്രതീക്ഷിക്കുന്നുണ്ട് നേതാക്കൾ. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ ഇത് തുടങ്ങാനായിട്ട്. 5 മണിക്കാണ്, പക്ഷെ 4:30, കൃത്യം 4:30 ട്രയൽ റൺ. തീർച്ചയായും എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനൊക്കെ ഏതാണ്ട് 4:30 മണിയോടുകൂടി ഇതിന്റെ ട്രയൽ റൺ ആരംഭിക്കും. 4 മണിയോടുകൂടി ഏതാണ്ട് 3:45 തന്നെ ഈ രാജ്ഭവന്റെ മുന്നിലെ പ്രധാനപ്പെട്ട വേദിയിൽ മറ്റു സംഗീത പരിപാടിയും കലാപരിപാടിയും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നേതാക്കൾ മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുണ്ട്, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാ വിജയനുണ്ടൊപ്പം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, അതുപോലെ തന്നെ DYF-യുടെ മുതിർന്ന നേതാക്കൾ, CPM-ന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് DYF-യുടെ സംസ്ഥാന സെക്രട്ടറിയോട് തന്നെ ചോദിക്കാം. ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ്. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നാണ് DYFI ഈ മനുഷ്യച്ചങ്ങലയിൽ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ്, ഒപ്പം B വസീഫ് സംസ്ഥാന പ്രസിഡന്റുണ്ട്. VK സനോജിനോട് ചോദിക്കാം, ഈ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം പ്രധാനമായി 3 മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. കേന്ദ്ര സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് DYFI തീരുമാനിച്ചിട്ടുള്ളത്. ആ ഒരു ആശയം പ്രചാരണത്തിലുടനീളം, അതായത് സംസ്ഥാനത്തെമ്പാടും എത്തിക്കാൻ DYFI സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നുള്ളതാണ്. കേന്ദ്രത്തിന്റെ അവഗണന കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ആളുകളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി ഉൾപ്പെടെ മുടങ്ങുന്ന രൂപത്തിലേക്ക് കേന്ദ്രത്തിന്റെ ധനവിഹിതത്തിലുണ്ടാകുന്ന വെട്ടിക്കുറവ് നമ്മളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ സാധാരണക്കാരന് വീട് നിർമ്മാണം, ഇവിടെ മറ്റ് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ, അതിനെല്ലാം ബാധിക്കുന്ന വിധത്തിലേക്ക് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഉപരോധിക്കുന്നത് മൂലം കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആ മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചപ്പോ കേരളത്തിലെ മുഴുവൻ ആളുകളും അത് ഏറ്റെടുത്തു എന്നതിന്റെ സൂചനയാണ് ഇന്ന് കാസർഗോഡ് മുതൽ ഇവിടെ ഈ തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന ജനസഞ്ചയം എന്ന് കാണാൻ വേണ്ടി കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ചെറുപ്പത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നത്. എന്തുകൊണ്ട് തൊഴിലില്ലായ്മ ഭരണകൂടത്തിന്റെ സിട്ടിയാണ്. 1 വർഷം 2 കോടി പുതിയ തൊഴിൽ വാഗ്ദാനം ചെയ്തിട്ട് ഈ നാട്ടിലെ ചെറുപ്പത്തെ വഞ്ചിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. 2 കോടി പോയിട്ട് 2 ലക്ഷം പുതിയ തൊഴിലവസരം പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള തൊഴിലവസരങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്ന സമീപനമാണ് തുടരുന്നത്. ഇന്ത്യൻ റെയിൽവേ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. എന്നാൽ 5 ലക്ഷത്തിൽ കൂടുതൽ ഒഴിവ് ഇന്ത്യൻ റെയിൽവേയിൽ കഴിഞ്ഞ 5 വർഷമായി ഒഴിഞ്ഞു കിടക്കുന്നു. അതൊന്നും നികത്താൻ ഇവർ തയ്യാറാവുന്നില്ല. അത് സ്വകാര്യവൽക്കരണ അജണ്ടയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ, LIC ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ ബാങ്ക് ഉൾപ്പെടെയുള്ള മേഖല, അവിടെയൊന്നും പുതിയ നിയമനങ്ങൾ നടത്താതെ അവിടെയുള്ള നിയമനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി അവിടെയുള്ള തസ്തികകൾ വെട്ടിക്കുറച്ച് ഈ ഉദ്യോഗാർത്ഥികളോട്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരോട് വലിയ അനീതിയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മുദ്രാവാക്യം കൂടുതൽ ആളുകൾ ആവേശത്തോടെ ഏറ്റെടുത്ത അനുഭവമാണ് ഈ മുദ്രാവാക്യം ഈ സമരം പ്രഖ്യാപിച്ച ശേഷം നമുക്കുണ്ടായിട്ടുള്ളത്. ഈ മനുഷ്യച്ചങ്ങലയിൽ അണമുറിയാത്ത ആളുകളുണ്ട്, അണമുറിയാത്ത തരത്തിൽ തന്നെ ആളുകൾ അണിനിരക്കും. ഈ മനുഷ്യച്ചങ്ങല കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഈ രാജ്ഭവൻ വരെ മനുഷ്യ മതിലായി മാറും എന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനം വലിയ വിജയമായിരുന്നു. ജനങ്ങളുടെ വലിയ ഒഴുക്കാണ് ഇപ്പോ ഈ ദേശീയപാതയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ മനുഷ്യ മതിലായി മാറുമെന്നാണ് അവർ പറയുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ രാമചന്ദ്രൻ പിള്ളയുണ്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനുണ്ട്, LDF കൺവീനർ EP ജയരാജൻ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്.